ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തി തുടർന്ന് വരുന്ന ബെൽ ഐക്കണിലും അമർത്തുക. ടെക് ടോപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും ശക്തമായ ചൂടാണ്. അപ്പോൾ ചൂടിനെ ചെറുതായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനി കൂളർ നിർമ്മിച്ചാലോ? 9 വോൾട്ട് ബാറ്ററിയും DC മോട്ടറും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മിനി കൂളർ എങ്ങനെ നിർമ്മിക്കാമെന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നിർമ്മിക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ ബോട്ടിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7-അപ്പിൻ്റെ ചെറിയൊരു ബോട്ടിൽ, ഒരു 9 വോൾട്ട് ബാറ്ററിയും അതിൻ്റെ കണക്ടറും, പിന്നെ ഒരു സ്വിച്ച്, DC മോട്ടർ, അലുമിനിയം ഷീറ്റിൻ്റെ ഒരു കഷ്ണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട്. നമ്മുടെ കയ്യിലുള്ള വലിയ ബോട്ടിൽ എടുക്കുക. വലിയ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ DC മോട്ടർ അതായത് മിനി മോട്ടർ ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹോള്, അതിൻ്റെ അതേ വലുപ്പത്തിലൊരു ഹോൾ എടുക്കുക. കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഷോൾഡർ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഹോൾ എടുക്കുക. ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ DC മോട്ടറിനേക്കാളും വലുപ്പം കൂടാൻ പാടില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ അടപ്പിൻ്റെ മുകൾ ഭാഗത്ത് DC മോട്ടറിൻ്റെ ഹോളിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മൾ കുറേ ഹോൾ ഇടണം. ഇതുപോലെ അതുപോലെ ഹോൾട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ DC മോട്ടർ നമുക്ക് ഈ ഭാഗത്ത് ഘടിപ്പിക്കണം. നമ്മൾ നിർമ്മിച്ച ഹോളിൽ ഘടിപ്പിക്കണം. ഞാനിവിടെ ഗ്ലൂ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പശകളോ എന്ത് ഉപയോഗിച്ചിട്ടും ഇവിടെ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മറ്റേ ബോട്ടിൽ എടുക്കുക. മറ്റേ ബോട്ടിൽ എടുത്തിട്ട് നമ്മളതിൻ്റെ ഈ ഭാഗത്ത് തൊട്ട് ഇതുവരെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ ഒക്കെ കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഈ വലിയ ബോട്ടിലിൻ്റെ ഈ മധ്യഭാഗത്തായിട്ട് നമുക്ക് ഘടിപ്പിക്കണം. അപ്പോൾ അതിന് അനുസരിച്ചൊരു റൗണ്ടിലൊരു ഹോൾ ഇടുക. ഒട്ടതിന് ശേഷം നമ്മളതിവിടെ ഗ്ലൂ ഗം അപ്ലൈ ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വെക്കുക.
അപ്പോൾ ഏകദേശം നമ്മുടെ കൂളറിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ലീഫ് ഉണ്ടാക്കലാണ്. നമ്മുടെ മിനി മോട്ടറിൽ ഘടിപ്പിക്കാവുന്ന ഒരു ലീഫ് സെറ്റ് ചെയ്യണം. അതിനായി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള മെറ്റൽ ഷീറ്റ് എടുത്ത് ഇവിടെ എത്ര വായ്ഭാഗം എത്ര വലിപ്പമുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ലീഫ് നിർമ്മിക്കുക. ഞാനിവിടെ കുറച്ച് വലിയൊരു ലീഫാണ് നിർമ്മിക്കുന്നത്. വലിയ ലീഫ് നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 9 വോൾട്ട് ബാറ്ററിക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. 9 വോൾട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ലീഫ് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഒരു വലിയ ലീഫാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ മെറ്റലിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചൊരു റൗണ്ട് നമ്മുടെ കുപ്പിയുടെ വായ്ഭാഗത്തിനനുസരിച്ചുള്ള റൗണ്ട് മാർക്ക് ചെയ്യുക. പിന്നെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലീഫിൻ്റെ സെൻറ്ററിലൊരു ഹോൾ എടുക്കുക, നമ്മുടെ DC മോട്ടറിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ സെൻറ്ററിലേക്ക് ഓരോ ലീഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു സൈഡിലേക്ക് ചെരിച്ചു വെക്കുക. നമ്മൾ ചെറിയൊരു ഫില്ലറിൻ്റെ, അതായത് നമ്മൾ പേനയിൽ ഉപയോഗിക്കുന്ന ഒരു ഫില്ലറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുക. അത് ഇതുപോലെ ഇവിടെ ഈ ലീഫിൽ സ്ക്രൂ ചെയ്ത് വെക്കുക. ജസ്റ്റ് നമ്മുടെ മുകൾ ഭാഗത്തായി DC മോട്ടറിൽ നിന്ന് വരുന്ന 2 വയറുകൾ ഒരു ജസ്റ്റ് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ആ സ്വിച്ചിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ലീഫ് നമ്മുടെ DC മോട്ടറിൽ ഘടിപ്പിക്കും. ഏകദേശം നമ്മുടെ മിനി കൂളറിൻ്റെ എല്ലാ പണിയും പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ 12 വോൾട്ട് DC അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വലിയ ലീഫാണ് ഉണ്ടാക്കിയിരുന്നത്. ചെറിയ ലീഫാണെങ്കിൽ മാത്രമേ 9 വോൾട്ട് ബാറ്ററിക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാനിവിടെ 12 വോൾട്ട് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ കുപ്പിയുടെ അടിഭാഗത്ത് ഇടുക ആദ്യം.
ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെയാണ്, നമ്മുടെ കൂളർ സക്സസ് ആണ്. ഇതാണ്ടോ, നമ്മുടെ മുകളിൽ ഉള്ള ഹോളിലൂടെയുള്ള എയർ വന്നിട്ട് ഈ ഐസ് തട്ടി നമ്മുടെ ഈ സെൻറ്ററിലുള്ള ഹോളിലൂടെ തണുത്ത എയറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മിനി കൂളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തി തുടർന്ന് വരുന്ന ബെൽ ഐക്കണിലും അമർത്തുക.